പ്രവേശനോത്സവം ആരംഭിക്കാൻ ഇനി കുറച്ച് സമയം മാത്രമേ ബാക്കിയുള്ളൂ. 9:53 10 മണിക്ക് മുഖ്യമന്ത്രി വി ഡി സതീശൻ പ്രവേശനോത്സവം സംസ്ഥാനതല ഉദ്ഘാടനം നിർവഹിക്കും. ഇപ്പോൾ നമുക്ക് കൊച്ചി വരെ ഒന്ന് പോവാം. അവിടെ വിഷ്ണു പ്രകാശ് വിവരങ്ങളുമായി ചേരുന്നുണ്ട്. വിഷ്ണു, എന്താണ് അവിടെ നിന്നുള്ള ഏറ്റവും പുതിയ വിവരങ്ങൾ? എല്ലാവരും തയ്യാറെടുത്ത് സന്തോഷത്തിലാണോ? കരച്ചിലുകളൊക്കെ ഉണ്ടോ? ഉദ്ഘാടന ചടങ്ങുകൾ ഇവിടെ ആരംഭിച്ചു കഴിഞ്ഞു. നമ്മളിപ്പോൾ ഉള്ളത് എറണാകുളം ഗേൾസ് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലാണ്. സ്റ്റേഷനോട് അടുത്തുള്ള സ്കൂളാണ്. ഇവിടെ ഇപ്പോൾ ഉദ്ഘാടന ചടങ്ങുകൾ, പ്രവേശനോത്സവ ചടങ്ങുകൾ ആരംഭിച്ചു കഴിഞ്ഞു. പ്രൗഢമായിട്ടുള്ള അല്ലെങ്കിൽ മുൻ വർഷങ്ങളിൽ ഉണ്ടാവാറുള്ളത് പോലത്തുള്ള അത്രയും ആർഭാടമായിട്ടുള്ള ഉദ്ഘാടനമില്ല, ലളിതമായിട്ടുള്ള ഒരു ചടങ്ങാണ്. ഇവിടുത്തെ പ്രദേശത്തെ കൗൺസിലർ തന്നെയാണ് ഈ പ്രവേശനോത്സവം ഉദ്ഘാടനം ചെയ്യുന്നത്. ഇപ്പോൾ നമുക്ക് ഈ ദൃശ്യങ്ങളിൽ കാണാം, കുരുന്നുകൾ എല്ലാവരും തയ്യാറായി ഇരിക്കുന്നുണ്ട്. ഇവിടെ LP അതുപോലെ UP ഹൈസ്കൂൾ അടക്കമുള്ള എല്ലാ വിഭാഗത്തിലുള്ള വിദ്യാർത്ഥികളുള്ള സ്കൂളാണ്. അപ്പോൾ മൊത്തം എല്ലാം കൂട്ടി ഒരു 100ഓളം വരുന്ന വിദ്യാർത്ഥികൾ ഇപ്പോൾ പുതുതായി സ്കൂളിൽ ജോയിൻ ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ് നമുക്ക് നേരത്തെ സംസാരിച്ചപ്പോൾ ഇവിടുത്തെ പ്രിൻസിപ്പൽ തന്നെ പറഞ്ഞത്. ഏതായാലും ഇപ്പോൾ കുട്ടികൾ ചിലരൊക്കെ കരഞ്ഞു തുടങ്ങിയിട്ടുണ്ട്. നമുക്ക് ചോദിച്ചു നോക്കാം, എന്തിനാ കരയണേ? എന്തിനാ? മുഖ്യമന്ത്രി വി ഡി സതീശൻ ചടങ്ങിനായി എത്തിയിരിക്കുന്നു. 10 മണിക്ക് തന്നെ പ്രവേശനോത്സവത്തിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം തിരുവനന്തപുരം പട്ടം ഹയർ സെക്കൻഡറി സ്കൂളിൽ മുഖ്യമന്ത്രി നിർവഹിക്കും. സംസ്ഥാനത്തെമ്പാടും ഇന്ന് പ്രവേശനോത്സവ പരിപാടികൾ നടക്കുകയാണ്. സംസ്ഥാനതല ഉദ്ഘാടനം 10 മണിക്കാണ്. പട്ടം ഹയർ സെക്കൻഡറി സ്കൂളിലേക്ക് വി ഡി സതീശൻ എത്തിയിരിക്കുന്നു. മന്ത്രി കെ മുരളീധരനുണ്ട്. എല്ലാ ഒരുക്കങ്ങളും സജ്ജീകരണങ്ങളും പൂർത്തിയായിരിക്കുന്നു. കുഞ്ഞുങ്ങളെ വരവേൽക്കാനുള്ള എല്ലാ തയ്യാറെടുപ്പും അധ്യാപകരും അനധ്യാപകരും ഒക്കെ അടങ്ങുന്ന സംഘം നടത്തിയിട്ടുണ്ട്. വിദ്യാഭ്യാസ മന്ത്രിയും അതേ ചടങ്ങിൽ തന്നെ പങ്കെടുക്കുന്നു. പട്ടം ഹയർ സെക്കൻഡറി സ്കൂളിൽ നിന്നുള്ള തത്സമയ ദൃശ്യങ്ങളാണ്. നവാഗതരായ കുട്ടികൾ, 1ാം ക്ലാസ്സിലെ കുട്ടികൾ ആ പാത്തുവയിലൂടെ നടന്നു വരുന്നുണ്ട്. അവർക്ക് ഫ്രണ്ടിലുള്ള ചെറിയ ചെയറിലേക്ക് കടന്നു വന്ന് ഇരിക്കാനുള്ളൊരു സൗകര്യം ചെയ്തിട്ടുണ്ട്. മാധ്യമ സുഹൃത്തുക്കൾ ഒന്ന് ശ്രദ്ധിക്കുക, കുട്ടികൾക്ക് ഫ്രണ്ടിലേക്ക് നടന്നു വരാനുള്ള ഒരു സൗകര്യം ചെയ്തിട്ടുണ്ട്. ആ ഫ്രണ്ടിൽ ഏരിയയുടെ ഫ്രണ്ടിൽ നിൽക്കുന്ന ആളുകളൊന്ന് ഒഴിഞ്ഞു നിന്നാണെന്നായിരുന്നു. ഫ്രണ്ടിലുള്ള മാധ്യമ സുഹൃത്തുക്കളടക്കം ആ കുട്ടികൾക്ക് സൗകര്യം ചെയ്യണമെന്ന് അഭ്യർത്ഥിക്കുന്നു. പ്ലീസ് മീഡിയ പ്ലീസ് ആ കുട്ടികൾക്ക് സൗകര്യം ചെയ്തു. മീഡിയ പ്ലീസ് ഈ പടിയിലേക്കൊന്ന് കയറുന്നത് കഴിഞ്ഞാൽ കുട്ടികൾക്ക് അവിടെ വന്നിരിക്കുന്നത്. മീഡിയ പ്ലീസ് ഒന്ന് ബാക്ക് വന്നു കഴിഞ്ഞാൽ മീഡിയ ഒന്ന് ബാക്ക് വരും. സമയത്തിനകം തിരുവനന്തപുരം പട്ടം ഹയർ സെക്കൻഡറി സ്കൂളിൽ മുഖ്യമന്ത്രി വി ഡി സതീശൻ നിർവഹിക്കും. വിവിധ മന്ത്രിമാരും പ്രമുഖരും അടക്കമുള്ളവർ ചടങ്ങിൽ സന്നിഹിതരാണ്. അധ്യാപകരും അനധ്യാപകരും ചേർന്ന് കുറേ ദിവസങ്ങളായി ഈ പ്രവേശനോത്സവത്തിന്റെ പരിപാടികൾ, അത് സജ്ജീകരണങ്ങളിലൊക്കെയാണ്. വർണ്ണ കടലാസ് കൊണ്ട് തോരണങ്ങൾ തീർത്തും മധുരം നൽകിയും കളിപ്പാട്ടങ്ങൾ നൽകിയും ഒക്കെയാണ് കുഞ്ഞുങ്ങളെ ഇന്ന് സ്കൂളുകളിൽ സ്വീകരിക്കുന്നത്. തിരുവനന്തപുരം പട്ടം ഹയർ സെക്കൻഡറി സ്കൂളിൽ മാത്രമല്ല, സംസ്ഥാനത്തെ എല്ലാ സ്കൂളുകളിലും ഇന്ന് പ്രവേശനോത്സവ പരിപാടികൾ സംഘടിപ്പിച്ചിരിക്കുകയാണ്. പുതുമയാർന്ന പരിപാടികളോടെ, ആകർഷകമായ പരിപാടികളോടെയാണ് കുഞ്ഞുങ്ങളെ ഇന്ന് എല്ലാ സ്കൂളിലും സ്വീകരിക്കുന്നത്. തിരുവനന്തപുരം പട്ടം ഹയർ സെക്കൻഡറി സ്കൂളിൽ നിന്നുള്ള ദൃശ്യങ്ങളാണ് ആദ്യത്തെ വിൻഡോയിൽ പ്രേക്ഷകർ കാണുന്നത്. മുഖ്യമന്ത്രി അവിടെ എത്തിയിട്ടുണ്ട്. കൃത്യം 10 മണിക്ക് തന്നെ ചടങ്ങുകൾ ആരംഭിക്കുമെന്നാണ് നേരത്തെ തന്നെ അറിയിച്ചിട്ടുള്ളത്. വർണ്ണക്കടലാസ് കൊണ്ട് തീർത്ത തൊപ്പികൾ അണിഞ്ഞും ബലൂണുകൾ കയ്യിൽ ഏന്തിയും ഒക്കെയാണ് കുഞ്ഞുങ്ങൾ അങ്ങോട്ടേക്ക് എത്തുന്നത്. തുടർന്ന് മധുരം നൽകി അവരെ ശാന്തരാക്കാനുള്ള തയ്യാറെടുപ്പുകളും ഉണ്ട്. കുഞ്ഞു കരച്ചിലുകൾ ഇടയ്ക്കൊക്കെ പ്രത്യക്ഷപ്പെടുന്നുണ്ടെങ്കിലും മൊത്തത്തിൽ എല്ലാവരും സന്തോഷത്തിലും പ്രതീക്ഷയിലുമാണ്. അക്ഷരമുറ്റത്തേക്ക് ആദ്യമായി ചുവട് വയ്ക്കുന്ന കുഞ്ഞുങ്ങൾ ഇനി ഒട്ടേറെ വഴക്കം നേടിയെടുക്കേണ്ടതുണ്ട്. അക്ഷരക്കാര്യത്തിൽ, വിദ്യാഭ്യാസത്തിൽ ഒരു നല്ല മനുഷ്യനായി, ഒരു പൗരനായി മാറി അവരൊക്കെ വളർച്ചയുടെ പടവുകൾ ചവിട്ടുന്നതിലേക്ക് നിർണായകമായ ഒരു ദിവസമാണ് ഇന്ന്, പ്രവേശനോത്സവ ദിവസം. പ്രവേശനോത്സവത്തിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം പട്ടം ഹയർ സെക്കൻഡറി സ്കൂളിൽ അല്പസമയത്തിനകം നടക്കും. മുഖ്യമന്ത്രി വി ഡി സതീശനാണ് ഉദ്ഘാടനം നിർവഹിക്കുന്നത്. വിദ്യാഭ്യാസ മന്ത്രി അടക്കമുള്ളവർ അവിടെ
ചടങ്ങിൽ പങ്കെടുക്കുന്നുണ്ട്. ടീച്ചറെ